നമസ്കാരം. ബി.ജെ.പിയുടെ പ്രഖ്യാപിത ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതമായിരുന്നു. എന്നാൽ സംഭവിച്ചത് കമ്മ്യൂണിസ്റ്റ് മുക്ത ഭാരതമാണ്. വിദേശികളുടെ നുഴഞ്ഞുകയറ്റം കാരണം തരിപ്പണമായ കിഴക്കൻ ഭാരതം ഏതാണ്ട് ബി.ജെ.പിയുടെയും കേന്ദ്രത്തിൻ്റെയും നിയന്ത്രണത്തിലായി. ആസാമിലും ബംഗാളിലും ബി.ജെ.പിക്ക് ലഭിച്ചത് 2/3 ഭൂരിപക്ഷം. കേരളത്തിൽ UDF എന്ന പേരിൽ മുസ്ലിം ഭരണം ആരംഭിക്കുമ്പോൾ കോൺഗ്രസ് പിളരുകയാകും ഫലം. സ്വന്തം സംസ്ഥാനത്ത് യാതൊരു സ്വാധീനവുമില്ലാത്ത നെഹ്റു വീട്ടുകാരുടെ നേതൃത്വം ചോദ്യം ചെയ്യപ്പെടും. കേരളത്തിലെ CPM പിളരാനല്ല, അതിൽ കൊഴിഞ്ഞുപോക്കുണ്ടാവാനാണ് സാധ്യത. തകർന്നുപോയ കമ്മ്യൂണിസ്റ്റ്, തൃണമൂൽ, DMK, ADMK പാർട്ടികൾ ഉയർത്തെഴുന്നേൽക്കാൻ ഇനി യാതൊരു സാധ്യതയുമില്ല. അവയുടെ പ്രസക്തിയും പ്രഭാവവും നഷ്ടപ്പെട്ടു. കോൺഗ്രസ് ഇനി ഒരിക്കലും ദേശീയ ശക്തിയായി തിരിച്ചു വരില്ല. പ്രാദേശിക നേതൃത്വങ്ങളുടെ ശക്തി കൊണ്ട് ഒരുപക്ഷെ ചില സംസ്ഥാനങ്ങളിൽ വിജയിച്ചേക്കാം. ഏതായാലും കേരളത്തിൽ ഇനി വരുന്ന ദിനങ്ങളും മാസങ്ങളും അപ്രതീക്ഷിത രാഷ്ട്രീയ സംഭവങ്ങൾക്ക് വേദിയാവും.